പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരിയുടെ ഭർത്താവിനെ നിയമിച്ചതിനെ ന്യായീകരിച്ച് മന്ത്രി സണ്ണി ജോസഫ്. ബെന്നി തോമസിന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടെന്നും ബന്ധു എന്ന നിലയിൽ അല്ല നിയമിച്ചതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അപേക്ഷ വിളിച്ച് പരീക്ഷ നടത്തി അഭിമുഖം നടത്തിയെടുക്കുന്ന നിയമനമല്ല പേഴ്സണൽ സ്റ്റാഫെന്നും മന്ത്രി പറഞ്ഞു. അത് എൻ്റെ ഒരു ബന്ധു എന്ന നിലയിലല്ല അതിൻ്റെ അടിസ്ഥാനം. ഇവിടെ വ്യക്തമാക്കിയതാണ്. ഒന്ന്, ഈ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും പ്രത്യേകമായ യോഗ്യതാ മാനദണ്ഡമോ അയോഗ്യതാ മാനദണ്ഡമോ നിയമപരമായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ സർക്കാരിൻ്റെ ഡെപ്യൂട്ടേഷനിലായിരിക്കണം എന്നതാണ് ഒരു നിബന്ധനയുള്ളത്. അല്ലാതെ അതിനേതെങ്കിലും ആളുകൾ അയോഗ്യരാണ് എന്ന യാതൊരു വ്യവസ്ഥയുമില്ല. പിന്നെ ഇതിന് ഒരു അപേക്ഷ സ്വീകരിച്ച് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് ടെസ്റ്റും ഇൻ്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നടത്തുന്ന ഒരു നിയമനമല്ല. നല്ല ക്യാരക്ടറുള്ള, നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിലെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള, ഒരു വിവാദത്തിനും വഴി കൊടുക്കാത്ത കഴിവുള്ള, ബുദ്ധിയുള്ള, എനിക്ക് കൂടി സ്വീകാര്യതയുള്ള, വിശ്വാസമുള്ള ഒരാളാണ് ബെന്നി തോമസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെച്ചത്. അതേസമയം ബന്ധു നിയമനത്തിന്റെ പേരിൽ സണ്ണി ജോസഫിനെതിരെ KPCC യോഗത്തിൽ വിമർശനമുണ്ടായി എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. KPCC അധ്യക്ഷനെതിരെ ആരും വിമർശനം ഉന്നയിച്ചിട്ടില്ലെന്നും PC വിഷ്ണുനാഥ് കൂട്ടിച്ചേർത്തു. അങ്ങനത്തെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ അനാവശ്യമായി പ്രചരിപ്പിക്കേണ്ട ഇതിൽ നിന്നും പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഈ മീറ്റിംഗിൽ പങ്കെടുത്തവരാണ്. KPCC പ്രസിഡന്റിനെതിരെ അവിടെ ആരുടെയും ഭാഗത്തുനിന്ന് ഒരു വിമർശനം ഉണ്ടായിട്ടില്ല. വളരെ പോസിറ്റീവായ ഇലക്ഷൻ വിലയിരുത്തിയ മുന്നോട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ചകൾ നടന്നൊരു നല്ല മീറ്റിംഗാണ്. അപ്പോൾ അതിൽ നിന്ന് എവിടെ നിന്നാണ് KPCC പ്രസിഡന്റിനെതിരെ വിമർശനം ഉണ്ടായി എന്നുള്ള വാർത്ത അത് റിപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് ലഭിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, ബന്ധു നിയമനം നേരത്തെ പ്രതിപക്ഷമടക്കം ഉയർത്തിയ ഒരു വിമർശനമാണ്. എന്നാൽ അതിപ്പോൾ രണ്ടാം തവണയും അല്ലെങ്കിൽ ആവർത്തിച്ച് മന്ത്രി സണ്ണി ജോസഫ് അതിനെ ന്യായീകരിക്കുന്ന കാഴ്ച കാണുന്നു. അതിലൊരു ബന്ധു നിയമനമില്ല, കൃത്യമായ ട്രാക്ക് റെക്കോർഡുള്ള നല്ല പാർട്ടി പ്രവർത്തകനായ ആളാണ് എൻ്റെ പേഴ്സണൽ സ്റ്റാഫായി വന്നിരിക്കുന്നത് എന്നാണ്. അത് ഒരു ബന്ധു എന്ന നിലയിൽ അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ KPCC യോഗത്തിൽ പലരും ഇതിനെതിരെ സംസാരിച്ചു എന്ന വാർത്തയും ഇന്നിപ്പോൾ മന്ത്രി PC വിഷ്ണുനാഥ് നിരാകരിക്കുന്നത് നമ്മൾ കണ്ടു, നിരസിക്കുന്നതും കണ്ടു. അപ്പോൾ എന്താണ് ഇത് സംബന്ധിച്ച് കോൺഗ്രസിലെ പുതിയ ചർച്ചകൾ? ഈ വിവാദം അവസാനിപ്പിക്കാനാണോ ശ്രമം? പ്രചന തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിനു ശേഷം ആദ്യമായാണ് KPCCയുടെ വിശാല നേതൃയോഗം ഇന്ന് KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ വിളിച്ചു ചേർക്കുന്നത്. അതിൽ മുതിർന്ന നേതാക്കൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, മുഖ്യമന്ത്രി VD സതീശൻ, ഒപ്പം MP മാർ, MLA മാർ, മന്ത്രിമാർ, KPCC ഭാരവാഹികൾ, KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങൾ, ഒപ്പം DCC അധ്യക്ഷന്മാർ എന്നിവരൊക്കെ പങ്കെടുത്തിരുന്നു. അതിലാണ് ചില മുതിർന്ന നേതാക്കൾ KPCC അധ്യക്ഷൻ കൂടിയായ മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധു നിയമനത്തെ വിമർശിച്ചു രംഗത്തെത്തിയത്. ഈ ബന്ധു നിയമനം അത് കരുതലോടെ ആകാമായിരുന്നു എന്നാണ് ചില മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടത്. അത് മാത്രമല്ല, ഈ വിമർശനത്തിന് ഇട നൽകരുതായിരുന്നു എന്ന അഭിപ്രായമാണ് അവർ മുന്നോട്ട് വെച്ചത്. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം, ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട സണ്ണി ജോസഫ്, അതായത് പ്രസിഡന്റ് സണ്ണി ജോസഫും ഒപ്പം KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റും മന്ത്രി കൂടിയായ PC വിഷ്ണുനാഥും ആ മാധ്യമ വാർത്തകൾ തള്ളുകയായിരുന്നു. അത് അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. അത്തരത്തിൽ സണ്ണി ജോസഫിനെതിരെ ഒരു വിമർശനം ഈ യോഗത്തിൽ ഉണ്ടായില്ല എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബന്ധു നിയമനത്തെ, അതായത് സ്വന്തം പേഴ്സണൽ സ്റ്റാഫിൽ സ്വന്തം അളിയനെ നിയമിച്ച ബെന്നി തോമസിനെ നിയമിച്ച ആ നടപടിയെ കഴിഞ്ഞ ദിവസം മന്ത്രി സണ്ണി ജോസഫ് ന്യായീകരിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഒരു പടി കൂടി കടന്ന ന്യായീകരണം അദ്ദേഹം ശക്തിപ്പെടുത്തുന്നതാണ് കണ്ടത്. അദ്ദേഹം പറയുന്നത് ഇതിൽ പ്രധാനമായി ഇത് ദൗർഭാഗ്യകരമായ വിവാദമാണ് ഈ ഉയർന്നു വരുന്നത്. ബന്ധു എന്ന നിലയിലുള്ള നിയമനമല്ല നടത്തിയത്. പേഴ്സണൽ സ്റ്റാഫിൽ എന്തെങ്കിലും യോഗ്യതാ മാനദണ്ഡമോ അയോഗ്യതാ മാനദണ്ഡമോ നിയമപരമായി നിലനിൽക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപേക്ഷ വിളിച്ച് പരീക്ഷ നടത്തി അഭിമുഖം നടത്തി എടുക്കുന്ന നിയമനമല്ല ഇത്. ബന്ധപ്പെട്ട മന്ത്രിയാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത്. ഈ വ്യക്തി, അതായത് ബെന്നി തോമസ് തൻ്റെ ബന്ധുവാണ് എന്ന് അദ്ദേഹം തന്നെയാണ്, സണ്ണി ജോസഫ് തന്നെയാണ് വ്യക്തമാക്കിയത്. തനിക്കൊരു അനുജനുണ്ട്, അദ്ദേഹത്തെ ആ സ്ഥാനത്ത് വെച്ചില്ല. പകരം പാർട്ടിയുടെ സജീവ പ്രവർത്തകനായ, തെരഞ്ഞെടുപ്പിൽ തൻ്റെ ചീഫ് ഏജന്റായ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ബെന്നി തോമസിനെയാണ് ആ സ്ഥാനത്ത് നിയമിച്ചത്. അതിന് DCC പ്രസിഡന്റിന്റെ ശുപാർശ കൂടി ഉണ്ടായിരുന്നു. തനിക്ക് കൂടി സ്വീകാര്യനായ, വിശ്വാസ്യതയുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. മന്ത്രി എന്ന നിലയിൽ തൻ്റെ പ്രവർത്തനം കുറ്റമറ്റതാക്കാൻ സഹായിക്കുന്ന നല്ലൊരു വ്യക്തി എന്ന നിലയിലാണ് പൊതുപ്രവർത്തന രംഗത്തെ ഈ പരിചയസമ്പന്നനെ നിയമിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മാധ്യമങ്ങൾ ഇത്ര രൂക്ഷ വിമർശനം നടത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നുകൂടി സണ്ണി
സണ്ണി ജോസഫ് പറയുന്നുണ്ട്. സഭയിൽ പോലും പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വിമർശിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അതേസമയം ഇ പി ജയരാജന്റെയും ഒപ്പം കെ ടി ജലീലിന്റെയും ഒക്കെ ബന്ധുനിയമ വിവാദങ്ങൾ ഉയർത്തിയപ്പോൾ ആ നിയമനങ്ങൾ അത് പേഴ്സണൽ സ്റ്റാഫിൽ നടത്തിയതല്ല, പകരം കോർപ്പറേഷൻ ബോർഡ് സ്ഥാനങ്ങളിൽ, അതായത് പരീക്ഷ നടത്തി അഭിമുഖം നടത്തി നിയമിക്കേണ്ട ഇടങ്ങളിലാണ് ആ നിയമനങ്ങൾ നടത്തിയതെന്ന ന്യായീകരണമാണ് അദ്ദേഹം നടത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ KPCC നേതൃയോഗത്തിലുണ്ടായി. അത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകിയ പൊതു നിർദ്ദേശമാണത്. അദ്ദേഹം പറയുന്നത് ശുപാർശകളുമായി വരുമ്പോൾ ശ്രദ്ധിക്കണം, അത് 10 വർഷം ഉപദ്രവിച്ചവർക്ക് വേണ്ടി ശുപാർശകളുമായി വരരുത് എന്ന പൊതു നിർദ്ദേശം കൂടി അദ്ദേഹം, അതായത് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശുപാർശ ഏറ്റെടുക്കുന്നതിന് മുമ്പ് സ്വയം പരിശോധിക്കണമെന്ന് കൂടി മുഖ്യമന്ത്രി ഈ നേതൃയോഗത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും നേതൃയോഗത്തിൽ മുതിർന്ന നേതാക്കൾ ഈ ബന്ധു നിയമനത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് KPCC അധ്യക്ഷനും അതുപോലെ വർക്കിംഗ് പ്രസിഡന്റും വ്യക്തമാക്കുന്നു. അതേസമയം കൂടുതൽ ന്യായീകരിച്ച് സണ്ണി ജോസഫ് ഈ ബന്ധു നിയമനത്തെ ന്യായീകരിച്ച് രംഗത്തെത്തുക കൂടി ചെയ്തിട്ടുണ്ട്. പ്രജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.